എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ടീമിന്റെ എല്ലാവിധ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് മറക്കേണ്ട ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങളുടെ മുന്നിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പലർക്കും അറിയാം, നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തതുമാണ്. പക്ഷേ ഒന്നുകൂടി കൺഫേം ആയിട്ട് പറയുകയാണ്, ഇന്ന് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫൈനൽ ലിസ്റ്റ് വരാൻ എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം നമ്മുടെ അറിയിച്ചത് പ്രകാരം ഇന്നലെ പ്രൊഫഷണൽ ലിസ്റ്റ് വന്നു, ഇന്നിപ്പോഴത്തെ ഫൈനൽ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. ട്രെയിൽ കിട്ടാത്തവരും പ്രൊഫഷണൽ ലിസ്റ്റ് റാങ്ക് ഉള്ളവരും ഇല്ലവരും എല്ലാവരും നോക്കുക. അതിനുശേഷമാണ് ഇനി യഥാർത്ഥ നടപടികൾ ആരംഭിക്കുന്നത്. കിട്ടുന്നവരും കിട്ടാത്തവരും ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നല്ല ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലും ഒന്നുകൂടി പറയാണ്, ഒന്നുകൂടി ലൈവ് വേണം എന്നുള്ള പറ. ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ലൈവ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ എന്തായാലും വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, കിട്ടിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താ മുകളിലോട്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാം. അതിൻ്റെ ഡേറ്റുകളെല്ലാം സർക്കുലറായിട്ട് വരുമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് കിട്ടിയിട്ടുള്ളവർ എന്തായാലും ടോക്കൺ ഫീസ് വെബ്സൈറ്റ് വഴി, അതായത് നമ്മുടെ എൻട്രൻസ് ഓഫീസർക്ക് അടയ്ക്കണം. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഫീസ് ഇളവുള്ളവർക്ക് ആ രീതിയിൽ തുക കുറയുമെന്നേ ഉള്ളൂ, എന്തായാലും അടച്ചിരിക്കണം. ഇനി കിട്ടാത്തവരാണെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീഅറേഞ്ച് ചെയ്യോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാതെയോ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ക്ലിക്ക്, ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് അവിടെ എന്തായാലും അപ്പിയർ ആവും ഉടൻ തന്നെ, നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നാൽ തന്നെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുകയുള്ളൂ. അപ്പോൾ കിട്ടിയവർ ഫീസ് അടച്ച് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം, അല്ലാത്തവർ എന്തായാലും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് അടുത്ത റൗണ്ടിൽ പങ്കെടുക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഏറ്റവും പുതിയ വാർത്തകൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്.